ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കൊഴുക്കട്ടയാണ് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൊഴുക്കട്ട എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുതേ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. എടാ കണ്ണ, സിന്ധമ്മ ഇന്ന് എന്താ ഉണ്ടാക്കിയേ? നമുക്ക് പോയി നോക്കിയാലോ? നമുക്ക് പോയി നോക്കാം. സിന്ധമ്മ എന്താ ഉണ്ടാക്കിയെന്ന്? എല്ലാവരും വായോ, ഇന്ന് നമ്മൾ നല്ല കൊതിപ്പിക്കുന്ന കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുക്കുന്നത് നല്ല നൈസായിട്ട് വറുത്തെടുത്ത പച്ചരിയുടെ പൊടിയാണ് കേട്ടോ. നമുക്ക് പുഴുങ്ങലരി ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം, അതുപോലെ തന്നെ പുട്ടിൻ്റെ പൊടിയില്ലേ അത് ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇതുപോലുള്ള പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം. ഈ പൊടി നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ആണ് കേട്ടോ. നമ്മൾ ഏതാണോ അളവിനായിട്ട് ഒരു ഗ്ലാസ് എടുക്കുന്നത് അതിൽ തന്നെ വെള്ളവും എടുക്കണം, പൊടി എടുക്കണം. അപ്പം 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം, കറക്റ്റായിട്ടുള്ള അളവാണ്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇനി നമുക്ക് പൊടി കുഴയ്ക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് 1.5 ഗ്ലാസ് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് തീ കത്തിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയേ. എന്നിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് അങ്ങ് തിളയ്ക്കട്ടെ. ഇതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് തീ ഓഫാക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കാണുന്ന ലൂസ് ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇത് തണിയുമ്പം നല്ല കറക്റ്റ് ലൂസായിട്ട് കിട്ടിക്കോളും കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഇനി സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് സ്റ്റൗവിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ലൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിന് ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ശർക്കര ഇതുപോലെ ചീകി എടുത്തതാണ്, അതും കൂടെ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ എടുത്ത ഒരു 1/2 കപ്പ് ശർക്കര ഉണ്ട് കേട്ടോ, അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് വെച്ചതാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി അങ്ങ് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഇത് അടുപ്പിൽ വെച്ചിട്ട് ഈ ശർക്കര ഉരുക്കിയിട്ട് തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് പഴമോ നട്ട്സോ ഒക്കെ ചേർത്തിട്ട് ഫില്ലിങ് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇതാണെങ്കിലും കുഴപ്പമില്ല, ഇത് കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ, എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതെല്ലാം കൂടി ഇളക്കി നമുക്കങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് പൊടി അങ്ങ് തണുത്തോ നോക്കാം. പൊടി തണുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ പൊടി നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും കേട്ടോ. എന്നാലും നന്നായിട്ട് അങ്ങ് തണുത്തിട്ടുണ്ടാവില്ല, ചെറിയൊരു ചൂടുണ്ടാവും. ഇനി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ തടവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കാം. മാവൊക്കെ നന്നായിട്ട് മയപ്പെടുത്തി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരത്താൻ എളുപ്പം ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 10 ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് അരിപ്പൊടിയിലാണ് നമ്മൾ എടുത്തത്. 10 ബോൾ കിട്ടിയിട്ടുണ്ട്. ഒരു ഏലച്ചീന്ത എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ചിട്ട് നമുക്കിത് ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയിട്ട് ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ചെറിയ ബോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, വലുതാണെങ്കിൽ വേവാൻ കുറച്ച് പ്രയാസമായിരിക്കും, അതുകൊണ്ടാണ് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഇതുപോലെ മടക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഉള്ളിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊന്നും കാണാത്ത രീതിയിൽ നന്നായിട്ട് ഇത് ബോളാക്കി എടുക്കാം. നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ.
ഇപ്പോൾ കൊഴുക്കട്ടയുടെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഒക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാത്തിലും ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവിച്ചെമ്പിൽ പെട്ടെന്ന് അങ്ങ് പുഴുങ്ങിയെടുക്കാം കേട്ടോ. എങ്ങനെയാണെങ്കിലും ഒരു 15-20 മിനിറ്റ് നേരമൊക്കെ വെക്കണം, അപ്പോഴേക്കാണ് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ കൊഴുക്കട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കാം ഞാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യണേ. കൊഴുക്കട്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.